തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ആരോഗ്യ മേഖല പിണറായി സർക്കാരിനെ സംബന്ധിച്ച് വലിയൊരു തലവേദനയായി മാറിയിരിക്കുകയാണ്. ആശുപത്രികളിൽ അടിക്കടി ഉണ്ടാകുന്ന വീഴ്ചകൾ, അതിനെതിരെയുള്ള പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധം, ആ പ്രതിഷേധത്തിനിടയിൽ പരിക്കുപറ്റിയെന്ന മന്ത്രി വീണ ജോർജിൻ്റെ നിലപാട്, പരിക്കുപറ്റിയെന്ന വീണ ജോർജിൻ്റെ വാദം, ഒടുവിൽ ആ വാദം പൊളിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. അങ്ങനെ വീണ ജോർജിനെതിരെ വാദങ്ങളും പ്രതിവാദങ്ങളും ആരോപണങ്ങളുമായി രംഗം കൊഴുക്കുന്നതിനിടയിലാണ് ഹൈക്കോടതി സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയിലേക്ക് ഇടപെട്ടിരിക്കുന്നത്. ഡോക്ടർമാരുടെ സമരം അനാവശ്യമാണെന്നും ഡോക്ടർമാരുടെ സമരം അവസാനിപ്പിക്കണമെന്നും സർക്കാർ ഇടപെടണമെന്നും ഹൈക്കോടതി ഇന്ന് നിർദ്ദേശിച്ചു. ജനങ്ങൾക്ക് OP ഉറപ്പാക്കണം. ആശുപത്രിയിലെത്തുന്ന ജനങ്ങൾക്ക് മെഡിക്കൽ സേവനം ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനുണ്ട്. അത് സർക്കാർ ഉറപ്പാക്കുക തന്നെ വേണം. ഡോക്ടർമാർ സമരത്തിൽ നിന്നും പിൻവാങ്ങണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. സംസ്ഥാന ആരോഗ്യ മേഖലയുടെ വീഴ്ചയിൽ ഇടപെട്ടിരിക്കുകയാണ് ഹൈക്കോടതി. സംസ്ഥാനത്തെ സർക്കാർ ഡോക്ടർമാരുടെ OP ബഹിഷ്കരണം ചെറുതല്ലാത്ത ബുദ്ധിമുട്ടാണ് സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിലെത്തുന്ന രോഗികൾക്ക് ഉണ്ടാകുന്നത്. ഇത് കണ്ടുകൊണ്ടാണ് ഹൈക്കോടതി ഏറ്റവും നിർണായകമായ ഇടപെടൽ നടത്തുന്നത്. എന്തായാലും സംസ്ഥാനത്തെ ആരോഗ്യ മേഖല ആകെ കുത്തഴിഞ്ഞ അവസ്ഥയിലാണെന്ന പ്രതിപക്ഷത്തിൻ്റെ ആരോപണത്തിന് കുറച്ചെങ്കിലും സാധൂകരണം നൽകുന്നതാണ് സമീപ ദിവസങ്ങളിലുണ്ടായ ഓരോരോ സംഭവങ്ങൾ. ഏറ്റവും ഒടുവിലായി ഹൈക്കോടതി തന്നെ ഇക്കാര്യത്തിൽ ഒരു കർശനമായ നിർദ്ദേശവുമായി രംഗത്ത് വന്നിരിക്കുന്നു. അതിനിടയിൽ സ്വകാര്യ ആശുപത്രികളുടെ മാനേജ്മെന്റ് ആരോഗ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷമായ ആരോപണവുമായി രംഗത്ത് വന്നു. കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി ഒരു പ്രസ്താവന നടത്തിയിരുന്നു. ആംബുലൻസ് ഡ്രൈവർമാർ സ്വകാര്യ ആശുപത്രികളെ സഹായിക്കുന്നു. രോഗികളെയും കൊണ്ട് സർക്കാർ ആശുപത്രികളിലേക്ക് പോകുന്നതിന് പകരം സ്വകാര്യ ആശുപത്രികളിലേക്ക് പോകാനാണ് ആംബുലൻസ് ഡ്രൈവർമാർക്ക് താല്പര്യം. അതിനർത്ഥം അവിടെ നിന്ന് അവർക്ക് പാരിതോഷികങ്ങൾ ലഭിക്കുന്നു എന്നാണ്. ഈ ഒരു പ്രസ്താവനയാണ് മന്ത്രി നടത്തിയത്. അതിനെതിരെയാണ് ഇപ്പോൾ സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റ് അതിശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. വീഴ്ചകൾ എല്ലാ ഭാഗത്തും ഉണ്ടാകാം, എന്നാൽ അത് അംഗീകരിക്കാൻ തയ്യാറാകണം. മന്ത്രിയുടേത് ഇരട്ടത്താപ്പ് നയമാണ്. സ്വയം എല്ലാം ന്യായീകരിക്കുകയും കുറ്റങ്ങൾ മറ്റുള്ളവരുടെ തലയിൽ മാത്രം കെട്ടിവെക്കുകയും ചെയ്യുന്ന രീതിയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെതെന്ന് സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റ് കുറ്റപ്പെടുത്തിയിരിക്കുന്നു. ഇതിന് പിന്നാലെയാണ് ഓരോ മേഖലകളിൽ നിന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ വലിയ ആക്ഷേപങ്ങൾ ഉയരുന്നത്. എന്തായാലും തൊട്ടു മുൻപത്തെ ഒന്നാം പിണറായി സർക്കാരിൻ്റെ തുടർച്ചയായി രണ്ടാം പിണറായി സർക്കാർ വരാൻ കാരണം ഒന്നാം പിണറായി സർക്കാരിലെ ആരോഗ്യമന്ത്രിയായ KK ശൈലജയുടെ മികവായിരുന്നുവെങ്കിൽ രണ്ടാം പിണറായി സർക്കാരിൻ്റെ തുടർച്ചയില്ലാതാകുന്നതിൻ്റെ പ്രധാന കാരണം ചിലപ്പോൾ രണ്ടാം പിണറായി സർക്കാരിലെ ആരോഗ്യ മേഖലയും ആരോഗ്യ മന്ത്രിയുമായിരിക്കുമെന്നുള്ള വിലയിരുത്തലുകളും ആക്ഷേപങ്ങളുമാണ് ഉയരുന്നത്. എന്തായാലും കഴിഞ്ഞ 1-2 ദിവസങ്ങളായി നടക്കുന്ന ആരോഗ്യ മേഖലയിലെ ആരോപണങ്ങൾ, അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ വിവാദമാണ് കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ ആരോഗ്യമന്ത്രിക്കെതിരെ KSUവിൻ്റെ പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചതും അതിന് പിന്നാലെ ആരോഗ്യമന്ത്രി തനിക്ക് പരിക്ക് പറ്റിയ നിലയിൽ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടതും. പിന്നീട് ആ മന്ത്രിക്ക് കഴുത്തിന് ക്ഷതമേറ്റു എന്ന മെഡിക്കൽ ബുള്ളറ്റിൻ ഇറങ്ങി. പരിയാരം മെഡിക്കൽ കോളേജിലെ അതിതീവ്ര വിഭാഗത്തിൽ പ്രവേശിച്ചു. ഇന്നും മന്ത്രി പരിയാരം മെഡിക്കൽ കോളേജിൽ തുടരുമെന്ന് തന്നെയാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. നാളെയോട് മാത്രമേ തിരുവനന്തപുരത്തേക്ക് ആരോഗ്യമന്ത്രിയെ മാറ്റുകയുള്ളൂ എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അതേസമയം ആരോഗ്യമന്ത്രിയുടെ പ്രവൃത്തിക്കെതിരെ അതിരൂക്ഷമായ പരിഹാസവുമായി പ്രതിപക്ഷം ഒന്നടങ്കം രംഗത്ത് വന്നിരിക്കുന്നു. മന്ത്രി നടികർ തിലകമാണെന്ന് PV അൻവർ തന്നെ ആരോപിച്ചു. യൂത്ത് കോൺഗ്രസ് ഒരു പരിധി കൂടി കടന്ന് മന്ത്രിക്ക് യൂത്ത് കോൺഗ്രസിൽ നിന്ന് ആക്രമണം ഏൽക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ കിട്ടിയാൽ 1 പവൻ സമ്മാനം തരുമെന്ന സമ്മാന പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത്. ഇങ്ങനെ ആരോഗ്യമന്ത്രിക്കെതിരെ വലിയ പ്രതിഷേധങ്ങൾ പ്രതിപക്ഷം ഒന്നടങ്കം നടത്തുമ്പോൾ BJPയുടെ നിലപാടാണ് മറ്റൊരു പ്രസക്തമായ കാര്യം. അതായത് കണ്ണൂരിൽ നടന്നത് സമര നാടകമാണെന്ന് BJP ആരോപിക്കുന്നു. അതായത് കോൺഗ്രസും CPM-ഉം LDF-ഉം UDF-ഉം ചേർന്ന് നടത്തിയ നാടകങ്ങളാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ നിന്നും ഏറ്റവും നിർണായകമായ മറ്റു പല കേസുകളിൽ നിന്നും ശ്രദ്ധ തിരിയിക്കാൻ വേണ്ടി ഇടതുപക്ഷവും വലതുപക്ഷവും ചേർന്ന് നടത്തുന്ന ഒത്തുകളിയുടെ ഫലമാണ് കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നടന്ന സമര നാടകമെന്നും ഇക്കാര്യത്തിൽ ഇരു മുന്നണികളെയും ജനങ്ങൾ തിരിച്ചറിയുമെന്നുമാണ് BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ വ്യക്തമാക്കിയത്. എന്തായാലും രണ്ടാം പിണറായി സർക്കാരിനെ സംബന്ധിച്ച് രണ്ടാം പിണറായി സർക്കാരിൻ്റെ അന്തകരാകുമോ
ആരോഗ്യ മേഖല എന്നുള്ളതാണ് പുറത്തു വരുന്ന ഏറ്റവും വലിയ വിഷയം. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പരിഹാസങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ആരോഗ്യമന്ത്രിക്ക് ചുറ്റും 35-40ഓളം പോലീസുകാർ കൂടി നിന്നിട്ടും ആരോഗ്യമന്ത്രിക്ക് KSU പ്രവർത്തകരുടെ ആക്രമണത്തിൽ പരുക്കേറ്റുവെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ആഭ്യന്തര വകുപ്പിനല്ലേ, മുഖ്യമന്ത്രിക്കല്ലേ എന്ന ചോദ്യമാണ് പ്രതിപക്ഷം ഉന്നയിച്ചത്. ഈ ചോദ്യം തന്നെയാണ് വരും ദിവസങ്ങളിൽ ഏറ്റവും പ്രസക്തമാകുന്നത്. എന്തായാലും ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നിലയിൽ മാറ്റമില്ല എന്നാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ. ഇന്നും പരിയാരം മെഡിക്കൽ കോളേജിലെ അതിതീവ്ര വിഭാഗത്തിൽ അവരെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. നാളെ മാത്രമേ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുള്ളൂ എന്നാണ് ലഭിക്കുന്ന വിവരം. അതിനിടയിൽ ഡോക്ടർമാരുടെ സമരത്തിൽ ഇടപെട്ടുകൊണ്ട് ഹൈക്കോടതിയുടെ നിർണായകമായ നീക്കം.